ഹലോ ഗൈസ്, ഓസ്ട്രേലിയ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ചൈന വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പ് ഇപ്പോൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ലോക അത്ഭുതങ്ങളിലൊന്നായ ചൈന വൻമതിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കാണാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ വേറെ ഒരു 3-4 സ്ഥലം കൂടി നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളിന്ന് താമസിച്ച ഹോട്ടൽ കേട്ടോ. വിന്താം റമദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അതാണ് മെയിൻ അട്രാക്ഷൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് 2 സ്ഥലങ്ങളും കൂടി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പേഡിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ബസ്സുകളാണ് ഈ നിരന്ന് കിടക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അവർ ത്രൂ വരുന്നുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള ഒരു കമ്പനിയാണ് ട്രിപ്പ് ഡീൽ എന്നും പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മുടെ കൂടുതലുള്ളവരെല്ലാം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ബീജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പുള്ള ഒരു കൺട്രിയാണ്. സെറ്ററും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കൈ കരുതുന്നത് നല്ലതായിരിക്കും ബീജിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നാളെ നമ്മളൊരു ബുള്ളറ്റ് ട്രെയിനിൽ നേരെ ഷാങ്ഹായിലേക്ക് പോകും. ഷാങ്ഹായ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ബെയ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ്. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല, 20 വരെയും വരും. പക്ഷേ ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടുള്ള ഒരു തണുപ്പാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗാലറി, അതിൻ്റെ ഒരു മ്യൂസിയം ഒക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യമേ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ജെയ്ഡ് ഫാക്ടറി കയറി ജെയ്ഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മേടിക്കാൻ തന്നെ ഇല്ലായിരുന്നു. നമ്മളെന്ത് ജെയ്ഡ് മേടിക്കാനേ, ഈ കല്ല് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്ക് പോകാൻ പോവുകയാണ്. അതാണ് ഇനി അടുത്ത പരിപാടി. ചേട്ടാ, നിങ്ങൾ എവിടുന്നാ? ബ്രിസ്ബൻ. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 2 മലയാളികളെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ ബ്രിസ്ബന് നിങ്ങൾ 4 പേരെ കണ്ടുപിട്ടി അല്ലേ? ബ്രിസ്ബനിൽ നിന്നല്ലേ? നിങ്ങളുടെ എത്രാമത്തെ ദിവസമാണ്? രണ്ടാമത്തെ ദിവസം. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസമാണ്. പക്ഷേ 2ാമത്തെ ദിവസത്തെ ട്രിപ്പാണിത്. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഫ്ലൈറ്റ് കണക്ഷൻ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അടിച്ചു പൊളിക്ക്, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണോ? ഷാങ്ഹായ്. അപ്പോൾ നമ്മളെല്ലാം ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ഇനി പോകാൻ പോകുന്നത്. ട്രെയിനിലായിരിക്കുമല്ലോ? ഫ്ലൈറ്റിനാണ്. ഞങ്ങൾ ട്രെയിനിന്, ബുള്ളറ്റ് ട്രെയിൻ. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ. ഓക്കെ. എനിവേ, നിങ്ങൾ എൻജോയ് ചെയ്യും. കാണാം. ഓക്കെ. ഗ്രേറ്റ് വാള് 1 മണിക്കൂറോ മറ്റുണ്ട്. താർക്കാന്ന് കേസ്. അപ്പോൾ ഇതുപോലെ സഞ്ചാരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം വേറെ 2 മലയാളികൾ ബ്രിസ്ബനിൽ നിന്ന് വന്ന 2 പേരെ കണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ്സാണിത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആഗ്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ ഷോപ്പുകളിൽ കൂടെ കൊണ്ട് വണ്ടി നിർത്തുന്നു, നമ്മളെ കൊണ്ട് സാധനങ്ങൾ മേടിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം തന്നെ ഇത്. പക്ഷേ ഒറിജിനൽ ജെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റോൺ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സിബിഷൻ സെൻറ്റർ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്ക് പോകാൻ പോകും.
അങ്ങനെ നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ പാർക്കിംഗ് ലോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പാർക്കിംഗ് ലോട്ട്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളെല്ലാം വന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കേട്ടോ അങ്ങ് ദൂരെ കാണാൻ എൻ്റെ പൊന്നോ. ഇത് പണിതവരെ സമ്മതിക്കണം കേട്ടോ. ഇത് സ്റ്റീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ്. നോക്കി എന്തോരം അതെ ആൾക്കാരെല്ലാം അതിൻ്റെ മേളിൽ കയറി പോകുന്ന കേട്ടോ. ഇത് കേട്ടോ. അങ്ങനെ ചെറുപ്പം മുതൽ കേട്ടു വന്ന ചൈന വൻമതിലിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തിയിരിക്കുകയാണ്. കേട്ടോ, അടിപൊളി. എൻ്റെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചൈന വൻമതിലിനെ പറ്റി കണ്ടുപോകാൻ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്. ഇതിന് ഭയങ്കര ലോങ് ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്. കേട്ടോ, ഇതാണ് ചൈന വൻമതിൽ. അപ്പോൾ ഇതിൻ്റെ പകുതി വരെ വന്നിരിക്കുകയാണ്. പകുതിയല്ല, 20,000 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. വാ, ഓക്കെ, നമ്മളങ്ങ് നമ്മുടെ ബസ്സൊക്കെ കിടക്കുന്ന ഏരിയ ഇതേ താഴെ. ജോജാ മടുത്തോടാ. അയ്യോ, പണിതവനെ സമ്മതിക്കണം. അതെ, അവിടെ എല്ലാം ഉണ്ട്. ആ മലകളുടെ എല്ലാം മേളിൽ കൂടെ ഇല്ലേ ഇതിങ്ങനെ പണിത് വെച്ചിരിക്കുക. എല്ലാ പൊന്നോ. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കുത്തനെയുള്ള കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് കയറി വരാൻ പറ്റത്തുള്ളൂ. സ്റ്റാമിന ഇല്ലാത്തവർ കയറാൻ തുനിയരുത്. തുനിഞ്ഞാൽ തന്നെ 2-3 സ്റ്റെപ്പ് കയറിയിട്ട് തിരിച്ചിറങ്ങി പോവുകയെ നിവർത്തിയുള്ളൂ. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. അപ്പം നല്ല ആയാസം വേണം. അതെ, ഈ സ്റ്റെപ്പൊക്കെ കണ്ടോ, നല്ലതായിട്ട് കാല് പൊക്കി കുത്തിയാലേ ഉള്ളൂ മേളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ഭയങ്കര ഒരു അഡ്വഞ്ചർ തന്നെയാണിത്. അയ്യോ, ഒരു രക്ഷയില്ല. പക്ഷേ പ്രായമുള്ളവരൊക്കെ ഇതിന് മുകളിൽ കയറുന്നുണ്ട് കേട്ടോ. ഓ, മടുത്ത്. അത് ഇനിയുണ്ട്, ഇതൊന്നും ആയിട്ടില്ല. കയറണമെങ്കിൽ മുഴുവൻ കയറാം. നമുക്ക് 12:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് താഴെ ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി. അങ്ങനെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കയറി. ഗൈസ്, നമ്മുടെ കൂട്ടുകാരൻ ജോർജൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. അവൻ പകുതി വഴി ആയുള്ളൂ.
കൊച്ചു പിള്ളേരാണ്, പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ കയറാനുള്ള സ്റ്റാമിന ഇല്ല. എന്നെ പോലെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അതാടാ അവരൊക്കെ അങ്ങ് താഴെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മളിത് വീണ്ടും കയറി. ഗൈസ്, ആ കാണുന്ന അതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞെന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു ലൂപ്പാണ് ഇതിങ്ങനെ. അപ്പം നമ്മുടെ അബിൻ അങ്ങ് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഞാൻ അതൊക്കെയല്ല അവിടം വരെ പോകുന്നില്ല, താഴേക്ക് തിരിച്ചു പോവുക. ഇനിയിപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും അങ്ങ് മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഇവിടുത്തെ ബസ്സിലുള്ളവരാണ്. ഇവിടെ ഈ മൂടൽമഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര മൂടൽമഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള മലനിരകൾ നിരവധി ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങി പോവുക. ഇങ്ങോട്ട് കയറിയതിനേക്കാളും ശ്രമകരമാണ് താഴേക്ക് ഇറങ്ങാനായിട്ട്. കാലിൻ്റെ ഇടപാട് തീരും, കാലിൻ്റെ മുട്ടിൻ്റെ. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഈ ടൂറിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ലഞ്ച് ഇന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ട്രിപ്പ് എ ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1000 10 ദിവസം ഫുഡ്, അക്കോമഡേഷൻ, ഫ്ലൈറ്റ്, പിന്നെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ ലഞ്ച്. എനിക്ക് തോന്നുന്ന 2 or 3 ലഞ്ച് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങളിൽ ലഞ്ചും ഡിന്നറും നമ്മൾ കയ്യിൽ നിന്ന് തരണം. പിന്നെ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ഗൈഡിന് ഒരു ദിവസം $12 ഒരാൾ പേ ചെയ്യണം എന്നുള്ളതാണ്. അത് കമ്പൽസറി അല്ല, എന്നാലും അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരു ടിപ്പ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്നാലും എല്ലാവരും അവർ നല്ലതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു നല്ല ഗൈഡുകളാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പുള്ളിക്കാരി ലില്ലി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ലില്ലി ഏകദേശം 20 years ഈ ഇത് ചെയ്യുന്നതാണ്. എന്നാ പറയുന്നത്, നമ്മുടെ ഗൈഡാണ്, ടൂർ ഗൈഡാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പൈസയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു ഷോയ്ക്ക് പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഷോ കാണാനായിട്ട് വൈകുന്നേരം ഈ ചൈനീസ് ഒരു ഷോയാണ്, ഡ്രാമ പോലെ, അപ്പോൾ ഡാൻസും സംഭവങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാൻ പോയിട്ട് പിന്നെ ഹോട്ടലിൽ പോയിട്ട് നാളെ ടിയാൻമെൻ സ്ക്വയർ എന്നും പറഞ്ഞിട്ടുള്ള സംഭവം അത് കണ്ട് വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് നേരെ ഷാങ്ഹായിക്ക് ട്രെയിനിന് പോവും. അതാണ് പ്ലാന്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയാൻമെൻ സ്ക്വയർ, അതുപോലെ തന്നെ ഷാങ്ഹായിലേക്കുള്ള യാത്ര, ബുള്ളറ്റ് ട്രെയിന്, ഇതൊക്കെ ആയിരിക്കും അടുത്ത നമ്മുടെ വീഡിയോ. അങ്ങ് താഴെ കാണാം നമുക്ക് നമ്മൾ ചെല്ലേണ്ട സ്ഥലം. എൻ്റെ പൊന്നോ, അങ്ങോട്ട് കയറി പോകുന്നതിനേക്കാളും പ്രയാസമാണ് ഇറങ്ങിപ്പോകാനായിട്ട്. കാലിൻ്റെ മുട്ടിൻ്റെ ഒരു
ഇടപാട് തീർന്നു എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അയ്യോ, ഇന്ന് വൈകുന്നേരം കാലിനൊക്കെ നല്ല പെയിനായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു എന്നാ പറയുന്നത്, ഒരു തിയേറ്ററാണ്, ഒരു എക്സിബിഷൻ സെൻറ്റർ പോലെ ഉണ്ട്, അതുപോലെ തന്നെയുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു ഷോ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അത് ഈ ടൂർ പാക്കിൻ്റെ കൂട്ടത്തിലുള്ളതല്ല, അല്ലാതെ നമ്മൾ പേ ചെയ്യേണ്ട ഒരു ഷോയാണ്. ചൈനീസ് ഡാൻസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷോ കാണാനായിട്ട് നമ്മളിപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 മുതൽ 5:30 വരെ 1 മണിക്കൂറാണ് ആ ഷോയ്. അപ്പോൾ നമ്മളതിൻ്റെ ടിക്കറ്റ് എടുത്ത് 300 യുവാൻ ആണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ആ ഷോ കാണാനായിട്ടുള്ള, അപ്പോൾ ഇതാണ് ആ തിയേറ്ററാണ്. അത് ഇങ്ങനെ ലൈവായിട്ട് ആൾക്കാർ വന്ന് നമ്മുടെ നാട്ടിലെ എന്നാ പറയുന്നത്, നമ്മുടെ ഈ ബാലയൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഷോയാണ്. അഭിനയ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഷോ? കിടുക്കച്ചല്ലായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു അല്ലേ? അപ്പം ടൂറിന് വരുന്നൊരു വർത്ത് അല്ലേ? എത്ര ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ $70 അല്ലേ? $80 വരും. പക്ഷെ അതിന് വർത്താണ് അല്ലേ? ഒരു നല്ലൊരു ഷോ ഇതേപോലത്തെ നമ്മുടെ മെൽബണിലൊക്കെ ആണെങ്കിൽ ഒരു $300 ആവും അല്ലേ? അത്രയ്ക്ക് രസമായിരുന്നു ഏതൊക്കെയാലും. അപ്പോൾ ഇതിന് ടൂറിന് വരുന്നവർ തീർച്ചയായിട്ടും വന്ന് കാണണം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഏതൊക്കെയാലും ഇത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ അതെ, നമ്മുടെ ലില്ലി ചേച്ചി കൊടിയൊക്കെ ആയിട്ട്
ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്നതാണ്. ഇങ്ങനെയാണ് ഇവർ ഇതേ കൊടിയായിട്ട് നിൽക്കുന്നതുണ്ട്. ഓരോരോ ടീമാണ്. അപ്പോൾ ഇവർ ഇതുപോലെ ഓരോ കൊടിയായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ പുള്ളിക്കാരിയുടെ പുറകെ പോകുക എന്നുള്ളതാണ്. ചെന്ന് നേരെ വണ്ടിയെ കയറുന്നു, നേരെ ഹോട്ടലിലേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നു, തിരിച്ചു വന്ന് ഇന്നത്തെ ഇത് ഓരോ ദിവസത്തെയും നമ്മുടെ വീഡിയോസ് കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല എന്നാ പറയുന്ന നല്ലൊരു ദിവസമായിരുന്നു. എക്സ്പെഷ്യലി നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ചൈന വൻമതിലൊന്ന് കാണണം എന്ന് ഓർത്തുകൊണ്ടിരുന്ന ഏതൊക്കെയല്ല അതിൻ്റെ മുകളിലൊന്ന് കയറാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് ഷാങ്കായിക്ക് പോവുകയാണ്. അപ്പോൾ ബീജിങ്ങിൽ നിന്ന് ഷാങ്കായിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുള്ളറ്റ് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ യാത്രയും അവിടെ ചെല്ലുന്നതും പിന്നെ നാളെ ടിയാമാൻ സ്ക്വയർ, അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു ചൈനീസ് വില്ലേജിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇനിയിപ്പോൾ നാളെ ഉള്ളത്. അത് അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നതോടം വരെ താങ്ക് യു വെരി മച്ച്.